ശുദ്ധ തട്ടിപ്പ്. വനിതാ സംവരണത്തെ അട്ടിമറിച്ചത് ബിജെപിയാണ്. 2023 പാസ്സാക്കിയിട്ടുള്ള വനിതാ സംവരണ ബില്ല് അനുസരിച്ച് 543 അംഗ ലോക്സഭയിൽ 1/3 വനിതാ സംവരണം കൊടുക്കാൻ അവർ തയ്യാറാകണം. ഒരു മിനിറ്റ് പോലും ഇതിനകത്ത് വൈകാൻ പാടില്ല. അതിന്റെ നടപടികൾ അവർ അടിയന്തരമായിട്ട് ആരംഭിക്കണം. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയും രാജ്യവ്യാപകമായി അത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികളിലേക്ക് പോവുകയാണ്. ഈ 543 അംഗ ലോക്സഭാ സീറ്റിൽ 1/3 വനിതാ സംവരണം കൊടുക്കാൻ ഇനി ഒരു മിനിറ്റ് പോലും അമാന്തം ഉണ്ടാകരുത്. 2029 ലോക്സഭാ ഇലക്ഷൻ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. ഇവരുടെ ലക്ഷ്യം ഈ വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞ് വനിതാ സംവരണം ഷീൽഡാക്കി മാറ്റിയിട്ട് ഡീലിമിറ്റേഷൻ നടത്തിയിട്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചിട്ട് ഇന്ത്യയുടെ ഭരണം കൈയടപ്പാം എന്നുള്ളതായിരുന്നു അവരുടെ ശ്രമം. അത് പൊളിഞ്ഞതിനുള്ള നിരാശയാണ് അവർക്ക്. അവര് വിചാരിച്ചത് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ട് വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ അത് പാസ്സാക്കിയിട്ട് നിർഭയമായി അവർക്ക് ഈസി ആയിട്ട് ഡീലിമിറ്റേഷൻ നടത്താൻ പറ്റുന്നതായിരുന്നു അവർ ധരിച്ചത്. ആ ഡീലിമിറ്റേഷൻ നടത്തി മണ്ഡലങ്ങളൊക്കെ വെട്ടിമുറിച്ച് അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്ത് ഇന്ത്യ പിടിച്ചെടുക്കാമെന്നായിരുന്നു അവരുടെ ധാരണ. അവർ പരാജയപ്പെട്ടു ദയനീയമായി. ബിജെപിക്ക് ഏറ്റ കനത്ത ആഘാതമാണ്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ ക്ലിയർ ആണ് ഞങ്ങളുടെ നിലപാട്. 543 അംഗ ലോക്സഭാ സഭയിൽ 1/3 സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായ നടപടികൾ ആരംഭിക്കണം.